ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് അതർ ആൻഡ് യുഎസ്എ. സോ നമ്മൾ ഈ പെട്ടി കുറെ സാധനങ്ങളൊക്കെ എന്താണെന്നാവല്ലോ വിചാരിക്കുന്നുണ്ടാവുക. ഒരു ചെറിയ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡെലിവറി ഡേറ്റ് ആവാറായിട്ടുണ്ട്. സോ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നോർമലി അങ്ങനെ അത്ര കുറേ സാധനങ്ങൾ കൊണ്ടുപോകും, അതിൻ്റെ ആവശ്യമില്ല. കുറേയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. എന്നാലും നമുക്ക് ആ സമയത്തൊരു ടെൻഷനാണ്. ഇനിയിപ്പോൾ അതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് കണ്ടാലോ എന്തൊക്കെയാ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ നിന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് 2 ബ്ലാങ്കറ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബേബിക്ക് വേണ്ടിയിട്ട് 2 ബ്ലാങ്കറ്റ് മേടിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് വെക്കാം. പിന്നെ ഒരു ബാത്ത് ടവല് മേടിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു ബാത്ത് ടവല്. ആ ടൈമിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മേ ബി അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യായിരിക്കും അവര്, എന്നാലും നമുക്ക് അറിയില്ലല്ലോ. പിന്നെ സ്വാഡ്ലേഴ്സിന്റെ പാമ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു പാക്കറ്റ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സൈസൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഹോസ്പിറ്റലിലൊന്നും അവര് തരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതാ ഒരു കുറച്ച് ഉടുപ്പുകളുണ്ട്, കുഞ്ഞു ഉടുപ്പ്. സോ അതൊക്കെ നമ്മള് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മള് ബാക്ക് ടു ഹോം വരുമ്പോ ഇടാനുള്ള ഒരു കുഞ്ഞു ഡ്രസ്സാണ്. ഇത് ഞാനും സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ബേബീനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വാഡില് ഇവിടെ എപ്പോഴും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ടല്ലേ വെക്കുക. അപ്പൊ നമ്മൾ അതിനൊരു സ്വാഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വൈപ്സ്, ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു വൈപ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടില്, ഇത് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല, എന്നാലും ആ സമയത്ത് ഇനി ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് വൈപ്സ്. പിന്നെ ബേബിയുടെ ബോഡി വാഷ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറിങ് ക്രീമും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള്. അത് രണ്ടും ഓക്കെ. പിന്നെ ഒരു കുഞ്ഞു ക്യാപ്പും അതുപോലെ തന്നെ 2 സോക്സും മാച്ചിങ് പെയർ ആയിട്ടുള്ളത് അത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ഒരു ചെറിയ കോംബോ വെച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണത്. ബേബിക്ക് ഹെയർ കോംബ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ബോട്ടിൽ വാഷിന്റെ ഒരു ചെറിയത് വെച്ചിട്ടുണ്ട്, ബോട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടി കുറച്ച് സോക്സ്, അത് അമ്മ കൊടുത്തു വിട്ടത് കേട്ടോ നാട്ടിൽ നിന്ന്. പിന്നെ ഒരു കുഞ്ഞു ഷൂസും ഉണ്ട്, നമുക്ക് വരുന്ന ഡേ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഫൈനലി നമ്മൾ ഒരു ഫയൽ വെച്ചിട്ടുണ്ട്, അതിൽ ബേബിയുടെ ഡോക്യുമെന്റ്സും ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ളത് അതും വെച്ചു. അപ്പോൾ ഓക്കെ, ബേബിയുടെ സൈഡ് ഐറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പെട്ടി ഇങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ സൈഡിൽ എൻ്റെ സാധനങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വെക്കുന്നത് 2 ഡ്രസ്സാണ് കേട്ടോ. ഫീഡിങ് ടൈപ്പ് ആയിട്ടുള്ള 2 ഡ്രസ്സ് വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇന്നേഴ്സ്, ഇതും അതുപോലെ തന്നെ ഫീഡിങ് ഇന്നേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഫീഡിങ് ഡ്രൈയും അതുപോലെ തന്നെ പാൻറ്റീസ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഇപ്രാവശ്യം ഇവിടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസ്. അത് ചിലപ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ട്, ഏതാ ടൈമിൽ യൂസ് ആവുകയെന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു ടവല് വെച്ചിട്ടുണ്ട്, ബാത്ത് ടവല്. പിന്നെ ഇത് കുറച്ച് ബ്രസ്റ്റ് പാഡ്സ് ആണ് കേട്ടോ. ഇത് പാക്ക് വലുതാണ്, ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം ഒരു സിപ്പ് ലോക്കിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ബ്രഷും പേസ്റ്റും ടോയ്ലറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോഡി വാഷ്, മോയ്സ്ചറൈസർ, പിന്നെ നമ്മുടെ മെയിൻ ചാർജറും വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ സൈഡിൽ നിന്നുള്ള ഐറ്റംസ്. ഇനി ആ സമയത്ത് ഇനി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ അത്രയൊക്കെയാണ് നമ്മുടെ ബാഗിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബേബിക്ക് ആവശ്യമുള്ളതും പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും 2 പാർട്ടായി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം,
ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.